പ്രിയമുള്ളവരെ, വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം സൂചിപ്പിക്കാനാണ് ഇന്നൊരു വീഡിയോയുമായി കടന്നു വന്നിരിക്കുന്നത്. കൊടുവള്ളിയിലെ സ്മാർട്ട് വില്ലേജ് ഓഫീസിന് ഇടതുപക്ഷ സർക്കാർ 2025 അനുവദിച്ച 45 ലക്ഷം രൂപയുടെ ഫണ്ട് ഇപ്പോൾ താമരശ്ശേരിയിലേക്ക് മാറ്റുന്നതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ കടന്നു വരികയാണ്. അതിൻ്റെ നിജസ്ഥിതി കൂടുതൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, കൊടുവള്ളിക്ക് അനുവദിച്ച ഫണ്ട് കൊടുവള്ളിയിൽ തന്നെ നടപ്പിൽ വരുത്തണം. അതിന് കൊടുവള്ളി മുനിസിപ്പാലിറ്റി ചെയ്യേണ്ടത് എന്താണോ വളരെ കൃത്യമായി അത് വേഗത്തിലാക്കി ചെയ്യേണ്ട നടപടികൾ സ്വീകരിക്കണം. കാരണം മുനിസിപ്പാലിറ്റിയോട് എനിക്ക് വീണ്ടും പറയാനുണ്ട്, കൊടുവള്ളിക്ക് അനുവദിക്കപ്പെട്ട നിരവധി പദ്ധതികൾ താമരശ്ശേരിക്കും മറ്റ് പ്രദേശങ്ങളിലേക്കും മാറ്റിപ്പോകുന്നുണ്ട്. ഞാൻ താമരശ്ശേരിക്ക് വികസനത്തിനെ എതിർക്കുകയല്ല, താമരശ്ശേരിയിലും വികസനം വരണം. പക്ഷേ ഇത് കൊടുവള്ളിയുടെ ഒരു ആവശ്യമായി വന്ന ഒരു പദ്ധതി ആണെന്നിരിക്കെ ആ പദ്ധതി നേതാക്കന്മാരുടെ സ്ഥലങ്ങളിലേക്ക്, പ്രമുഖ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരുടെ സ്ഥലങ്ങളിലേക്ക്, വാർഡുകളിലേക്ക്, ഡിവിഷനുകളിലേക്ക് വില്ലേജ് ഓഫീസിൻ്റെ ഫണ്ട് വകമാറ്റുക എന്നൊക്കെ പറയുമ്പോൾ അതൊരിക്കലും കൊടുവള്ളിയെ സംബന്ധിച്ചിടത്തോളം അംഗീകരിക്കാൻ സാധ്യമാകില്ല. ടൗണിൽ 18 സെൻറ്റ് സ്ഥലമുണ്ട്. ഈ വില്ലേജ് ഓഫീസ്, സ്മാർട്ട് വില്ലേജ് ഓഫീസ് നടപ്പിലാക്കുന്നതിന് വേണ്ടി റവന്യൂ ഭൂമി 18 സെൻറ്റ് സ്ഥലം നിലവിലിരിക്കെ ആ സ്ഥലം കൈമാറുന്നതുമായി ബന്ധപ്പെട്ട ഒരു നടപടി മുനിസിപ്പാലിറ്റി സ്വീകരിക്കുന്നില്ല. മാത്രമല്ല, ഇനി പോട്ടെ, ഇനി പുതിയ സ്ഥലം എടുത്തുകൊണ്ടെങ്കിലും ഈ സ്മാർട്ട് വില്ലേജ് ഓഫീസ് പദ്ധതിയുടെ നടപ്പിലാക്കണം. കൊടുവള്ളിക്കാരെ സംബന്ധിച്ചിടത്തോളം സ്മാർട്ട് വില്ലേജ് ഓഫീസ് പുതിയൊരു മുന്നേറ്റം സൃഷ്ടിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. നിരവധി പദ്ധതികൾ ഇങ്ങനെ താമരശ്ശേരിക്കും മറ്റ് പ്രദേശങ്ങളിലേക്ക് മാറ്റുന്നത് സ്ഥിരമായി കൊടുവള്ളിക്കാർ അനുഭവിച്ചു പോരുകയാണ്. ഇതൊരിക്കലും ഇനി അനുവദിക്കാൻ സാധ്യം. അതുകൊണ്ട് പ്രിയപ്പെട്ട ജനങ്ങളോട് എനിക്ക് പറയാനുള്ളത്, കൊടുവള്ളിയിൽ ഈ സ്മാർട്ട് വില്ലേജ് ഓഫീസ് വേണോ വേണ്ടയോ അല്ലെ മറ്റു സ്ഥലത്തേക്ക് മാറ്റണ്ടേ, നിങ്ങളുടെ പ്രതിഷേധം താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ രേഖപ്പെടുത്തണമെന്നാണ് ഈ സാഹചര്യത്തിൽ എനിക്ക് അറിയാനുള്ളത്. ഇതിൽ രാഷ്ട്രീയം വെച്ച് പറയുകയല്ല. ഈ കിട്ടിയ വാർത്ത ശരിയോ തെറ്റോ എന്ന് കൂടുതൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ ഞാൻ അതിൽ കൂടുതൽ പുറത്തുവിടും. നിങ്ങൾ ഗ്രാമയാത്ര നടത്തുമ്പോൾ കൊടുവള്ളിക്കാരോട് എനിക്ക് പറയാം, നിങ്ങളിതും ചോദിക്കണം, എന്തിനു വേണ്ടിയാണ് ഈ മാറ്റങ്ങൾ? ജനങ്ങൾ കൊടുവള്ളിക്ക് അനുവദിച്ച ഫണ്ട് കൊടുവള്ളി ജനങ്ങൾ ഇത് വേണ്ട എന്ന് പറഞ്ഞോ, അല്ലെങ്കിൽ ചില നേതാക്കന്മാരുടെ തീരുമാനങ്ങൾക്കനുസരിച്ച് മാറ്റം വരുത്തുകയാണോ? ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട്. എൻ്റെ പ്രദേശത്ത്, പ്രാവിൽ പ്രദേശത്ത് 20 ലക്ഷം രൂപ റോഡിന് ഫണ്ട് അനുവദിച്ചപ്പോൾ ആ റോഡ് ഫണ്ട് മുറിച്ചെടുത്തുകൊണ്ട് പോയ നേതാക്കന്മാരാണ്. അവർ തന്നെയാണ് ഇതും ചെയ്യുന്നതെന്ന കാര്യം നിങ്ങളുടെ മുമ്പിൽ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ഇതൊരിക്കലും അനുവദിക്കാൻ സാധ്യമാവുകയില്ല. ഓരോ നാടിനും അനുവദിച്ച ഫണ്ട് ആ നാട്ടിൽ തന്നെ നടപ്പിലാക്കാനുള്ള കരുത്തും തൻ്റെടവും മുനിസിപ്പാലിറ്റിക്കാണ് വേണ്ടത്. ഒരിക്കൽ കൂടി അപേക്ഷിക്കുകയാണ് മുനിസിപ്പാലിറ്റിയോടും MLA യോടും, ഈ ഫണ്ട് കൊടുവള്ളിയിൽ തന്നെ നിങ്ങൾ നടപ്പിലാക്കണമെന്നാണ് ഈ സാഹചര്യത്തിൽ എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്.